ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അവരുടെയും കറണ്ട് ഫീലിങ്സും നിങ്ങളുടെ അവരുടെയും ഒരു ആറ്റിറ്റ്യൂഡും നെക്സ്റ്റ് ആക്ഷനും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് എന്നുകൂടി നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ ഇതൊരു കളക്റ്റീവാണ്, ടൈംലെസ് റീഡിംഗ് ആണ്, പിന്നെ ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ റീഡിംഗ് നിങ്ങൾ കാണാൻ. ആദ്യം നമുക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, പിന്നെ എടുക്കേണ്ടത് എന്താണെന്ന് കൂടി നോക്കാം. അപ്പം ആദ്യം നിങ്ങളുടെ എനർജി എടുക്കാം. ഫൈവ് ഓഫ് കോയിൻസ് ആണ്. എയ്റ്റ് ഓഫ് കോയിൻസ്, ടെമ്പറൻസ്, ത്രീ ഓഫ് കോയിൻസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, സെവൻ ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. ഇനി അവരുടെ ഒരു എനർജി സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. അവരുടെ കറണ്ട് എനർജി എന്താണ്? ഫോർ ഓഫ് പെന്റക്കിൾ, Emperor, King of Pentacles, King of Wands, Tower വന്നിട്ടുണ്ട്, ത്രീ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിലും സെയിം വന്നിട്ടുണ്ട്, ത്രീ ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജി. അപ്പം അവരുടെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ചൊന്നും കുറച്ച് ഈഗോയൊക്കെ ഉണ്ടായി ഇരിക്കുന്നൊരു സമയമാണ്. പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒരു ചിന്തയിലാണെന്നാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ഇമോഷനെ നിങ്ങൾ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ഇവർ ചെയ്ത ഒരു കാര്യങ്ങളായിരിക്കാം, പിന്നെ അവരോടുള്ള സ്നേഹമായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളൊന്നും വിട്ടുകളയാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത്. അതിലൊരു നഷ്ടബോധമാണ് നിങ്ങൾക്കുള്ളത്. കാരണം ഈ ചെയ്തു പോയതിൽ അവർ നിങ്ങളോട് ചെയ്തല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമാണ് ഇപ്പോഴും. അതിൽ നിങ്ങൾക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ എന്തിനാണ് അങ്ങനെ ഇത്രയും സമയം, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എയ്റ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്, ഞാൻ വേറെ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകേണ്ട സമയം, എന്തിനാണ് ഇതിൻ്റെ പുറകെ പോയി നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. എന്നാലും അത് നിങ്ങൾക്കൊട്ടും വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ കുറേ ദേഷ്യമുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പോയത്? അപ്പോൾ നിങ്ങൾ ആ ഒരു സമയവും ആ ഒരു എനർജിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ ഉയർച്ചകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ എയ്റ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കണം. ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ നിന്ന് ഒന്ന് മറികടന്ന് ഈ ഒരു പാസ്റ്റിൽ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തിരുത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ നഷ്ടങ്ങൾ നികത്തിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിൽ നിങ്ങളുടെ പൈസ ഒരുപാട്
ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഇതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് ഇതൊന്ന് ശരിയാക്കി വെക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. പിന്നെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇവരോടുള്ളൊരു സ്നേഹവും നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളിലുള്ളൊരു ഓട്ടപ്പാച്ചിലുണ്ട്. അപ്പം രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. പക്ഷേ ആ സമയവും നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിൽ നിങ്ങൾക്ക് അവരോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഒരിത് മാറ്റി നിങ്ങളുടേതായ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി. അത് നിങ്ങൾക്ക് വന്ന നഷ്ടം നികത്താനാണ് എന്നാണ് കാണുന്നത്. നമുക്കൊരു കാർഡ് എടുത്ത് ക്ലാരിറ്റി എടുക്കാം. 4 of Cups ആണ്. അപ്പോൾ ഇതിനകത്ത് വിഷമമാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടബോധമുണ്ട്. നിങ്ങളുടെ സമയം മെനക്കെടുത്തി ആ ഒരു നിങ്ങൾ ഇട്ട എഫേർട്ടൊന്നും കാണാതെ ഈ ഒരാൾ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ചുള്ള ഒരു വിഷമമാണ് എപ്പോഴും നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. അത് ഈ ഒരു സമയത്തെ എനർജി ആയിരിക്കും. ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടായിരുന്ന, നിങ്ങൾ ചെയ്തുകൂടാത്ത കുറേ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതിലൊരു കർമ്മയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 8 of Cups 8 of Wands വന്നിട്ടുണ്ട്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നതും ഒരു കർമ്മയാണ്, കാലമാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഇതിൽ 8 എന്ന് പറയുന്ന നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെയാണ്. അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലമാണ്. അത് നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാകാം, നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മയാകാം. ഇത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു കർമ്മമാണെന്നാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് ചെയ്ത ചില കാര്യങ്ങൾ, അതായിരിക്കും ഈ ഒരു ആൾ ഈ സമയം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നത്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങോട്ട് ചെയ്തതായിരിക്കണം. ഇതെല്ലാം കർമ്മത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ ബാലൻസായി. ഇപ്പോൾ അവർ നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കർമ്മ ബാലൻസായി എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ലക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സമയം തന്നെയാണ് ഇനിയുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 3 of Coins എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ഈ ഒരു സമയം നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ, കാരണം ഇതിനകത്ത് ഇപ്പോഴും 4 of Cups എനർജി ഉണ്ട്. അപ്പോൾ അതിലൊരു നിരാശയോ നഷ്ടബോധവും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ യാത്രകൾ ചെയ്യാനായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടി ചേർന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനായിരിക്കാം. എന്തെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 8 of Wands എനർജിയാണ്. നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. King of Cups എനർജി. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം പാസ്റ്റ് ലൈഫിൽ എന്ത് തന്നെ ചെയ്യട്ടെ, ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ King of Cups എനർജി ആയിരുന്നു. വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയും കൂടെ ഉണ്ട് നിങ്ങൾക്ക്. ആ കർമ്മഫലത്തെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്തൊരു 7 of Swords എനർജിയാണ്. അത് ചീറ്റിംഗ് എനർജിയാണ്. അപ്പം ആ ചീറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലം നിങ്ങൾ അറിയണമെന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങൾ തിരക്കിയിരിക്കുന്നു എന്നാണ് കാണട്ടെ. നമ്മൾ മറ്റൊരാളിൻ്റെ കർമ്മഫലവും നോക്കിയിരിക്കാൻ പാടില്ല. നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ വിട്ട് കളയേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഒരിക്കലും മറ്റൊരാളിൻ്റെ കർമ്മഫലം, അവർക്ക് എന്തായിരിക്കും കർമ്മം കിട്ടുന്നത് എന്ന് ചിന്തിക്കരുത്. അത് ചിന്തിക്കുന്നത് നമുക്ക് ഒരു വലിയ കർമ്മം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ എനർജി. ഒരു കാർഡ് കൂടി എടുക്കാം. 5 of Cups. ഇപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് എന്തോ ഒരു വിഷമം ഭയങ്കര കൂടുതലാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. 4 of Cups 5 of Cups ഒക്കെ വന്നിട്ടുണ്ട്. 8 of Wands. ഇതിൽ
കുറേ വീണ്ടും 4 of Cups വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നഷ്ടബോധമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. നഷ്ടബോധമാണ് ഈ ഒരു സമയം. ഇത് 5 of Cups ആണ്. അപ്പോൾ നഷ്ടബോധവും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അതെങ്ങനെ ബാലൻസ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി ഈ സമയം അത്ര സ്റ്റേബിൾ അല്ല. ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം മാത്രമായിരിക്കും. അത് നിങ്ങൾ ഒരു വിഷമത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും റീതിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അടുത്ത് ഈ ഒരാളിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. 4 of Pentaclesന്റെ എനർജിയാണ്. അപ്പോൾ ഈ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പം ഇപ്പോഴും ഈ ഓരോ ഓർമ്മകളൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല. ഈ പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പുറത്തുള്ള ഒരു കാര്യങ്ങളെക്കാളുപരി നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ആളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. ഒരിക്കലും അത് വിട്ട് കളയാൻ അവരെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എംപററും കിങ് ഓഫ് പെന്റക്കിളും കിങ് ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എംപറർ എന്ന് പറയുമ്പോൾ കുറച്ച് ഈഗോ ഉണ്ട് ഈ സമയം. അപ്പോൾ ആ ഈഗോ ഉള്ളത് കൊണ്ട് അവർ നിങ്ങളോട് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ്. നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ അവരിപ്പം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഇത് പിന്നെ ഞാൻ പറയാം, ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇന്നലെ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല ആളുടെ മനസ്സിൽ ഇന്ന് വരണം. ഒരു ചെറിയ കാര്യം, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവർ ഇന്നലെ ചിന്തിക്കുന്നതെന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇന്ന് ചിന്തിക്കുന്നത്. ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിൽ വളരെ സ്നേഹത്തിലും വളരെ ക്ഷമിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഈഗോ അടിച്ചിരിക്കും. കാരണം അത് മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ അങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെയാണല്ലോ കിട്ടിയതെന്ന് ചോദിക്കരുത്. ഫീലിങ്സ് എന്ന് പറയുമ്പം നമ്മളെ മിനിറ്റ് കൊണ്ട് മാറുന്ന ഒരു കാര്യമാണ്. അതിന് വളരെ സമയമൊന്നും വേണ്ട. അപ്പം ഇന്നത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഈഗോ ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. കാരണം അവർ എന്തോ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നോക്കട്ടെ, ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. അവരാഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളും കൂടി നിങ്ങളുടെ കൂടെ വേണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന എന്തോ കാര്യം അതിന് വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടത്തിലാണ്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അങ്ങനെയാണ്. പിന്നെ 7 of Wandsന്റെ എനർജി വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നിങ്ങളങ്ങോട്ട് വിളിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ തെറ്റുകൾ ഇവരിപ്പം ഓർക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഇതിങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അന്ന് നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരൂലായിരുന്നു. ഇപ്പോൾ കുറ്റങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ മേൽ ഉണ്ട്. ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ, ഇന്നത്തെ ആറ്റിറ്റ്യൂഡിൽ ഇവർ സ്വയം ഒരു എസ്കേപ്പിസം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കുറ്റങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ തലയിലൊരു കുറ്റം വയ്ക്കുമ്പോൾ ഇവർക്ക് നിന്ന് മാറിപ്പോകാൻ പറ്റും, കുറ്റബോധം ഇല്ലാതിരിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഈഗോ കാണിച്ച് കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വെക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല, ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 7 of Cups ആണ്. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നഷ്ടബോധമാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ്, നിങ്ങളെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവരുടെ എനർജി. 7 of Cups ആണ്. അപ്പോൾ ശരിക്കും വിഷമമാണ്. ഒരുപാട് ഈ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച്, ആ സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആലോചിച്ചിരുന്നാലും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്ന് എസ്കേപ്പ് ചെയ്യാൻ അവർ ഒരു മുഖംമൂടിയായിട്ട് ഈഗോ ഇടും. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഈ എന്ത് നെഗറ്റീവ് കാര്യം അതിൽ തന്നെ ഇരിക്കും, കുറച്ച് അതിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, അതിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവർ ഇതിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു നഷ്ടബോധവും ചെയ്തു പോയ തെറ്റും ഒക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈഗോയുടെ മുഖം മൂടി ഇട്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത്. നോക്കാം. പിന്നെ അടുത്ത് വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇവർക്കൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്, ഒരു പരിവർത്തനം വരുന്നുണ്ട് അവരുടെ ലൈഫിൽ. അത് ഹെർമിറ്റാണ്. അപ്പോൾ കുറച്ച് തിരിച്ചറിവ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകിൽ ഇവർ എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സ്പിരിച്വൽ ബീയിങ് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവർ ആരുടെ ഏതെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം.
നിങ്ങളിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊരു ആരോ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉടനെ ഇവർക്കൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഇവർ ഈ സമയത്ത് കിട്ടിയില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ അവർ ഒരു അസ്ട്രോളജിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്, പ്രിൻസസ് ഓഫ് കോയിൻസും ആണ്. അപ്പോൾ ഇവർ ഈ കുറേ ഇവിടുത്തെ ജീവിതത്തിന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. കുറേ സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നഷ്ടബോധം എന്നൊക്കെ ഒളിച്ചോടുന്നത്. ഈ നഷ്ടബോധത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഇതിലിരിക്കാനേ പറ്റുള്ളൂ, അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ മുഖം മൂടിയെടുത്ത് അവരെ അണിഞ്ഞിട്ടുള്ളതെന്നാണ് കാണുന്നത്. ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ തൽക്കാലം അവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ഒളിച്ചോടണം എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ എഫേർട്ട് എടുത്ത് ഇതിൻ്റെ മുന്നിൽ വന്നാൽ ചിലപ്പോൾ വീണ്ടും ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് അവരുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് അവർ ഈഗോ കാണിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് വിളിക്കട്ടെ, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് വിളിച്ചാൽ കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് താണു കൊടുത്താൽ എന്താണ് കുഴപ്പം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അവരിപ്പോൾ തൽക്കാലം ഈഗോ എടുത്തിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ആക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ എനർജി. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.